ഓൺലൈൻ പാപ്പരാസികൾക്ക് മുന്നറിയിപ്പുമായി പേരാമ്പ്ര എം.എൽ.എ. ഫാത്തിമ തെഹ്ലിയ പൊതുപരിപാടികളിൽ മാധ്യമപ്രവർത്തകർ എന്ന പേരിൽ പാപ്പരാസികൾ പ്രശ്നം സൃഷ്ടിക്കുന്നു. സ്വകാര്യ സംഭാഷണങ്ങളും ദൃശ്യങ്ങളും പകർത്തി വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നുവെന്നും എം.എൽ.എ. പറയുന്നു. പാപ്പരാസി വീഡിയോകൾ PR എന്ന പ്രചാരണം തെറ്റാണ്. ശല്യം തുടർന്നാൽ നിയമ നടപടിയെന്നും ഫാത്തിമ തെഹ്ലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരങ്ങളുമായി ഗൗതമാണ് ചേരുന്നത്. ഗൗതം, എന്താണ് ഇതിന് അടിസ്ഥാനമായി എന്തെങ്കിലും വീഡിയോ ഉണ്ടോ? ഇതുപോലെ തെഹ്ലിയൊക്കെ പരാതിപ്പെടാൻ ഇടയാക്കുന്ന വീഡിയോ എന്തെങ്കിലും ഉണ്ടോ? അവരുടെ ഏതെങ്കിലും സ്വകാര്യ സംഭാഷണങ്ങളോ ദൃശ്യങ്ങളോ ഒക്കെ ഇതുപോലെ പ്രചരിപ്പിച്ചിട്ടുണ്ടോ? മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ അടക്കം പ്രസ് മീറ്റിന് നിലവിൽ ഓൺലൈൻ മാധ്യമങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ആ പൂക്കിച്ചിരിയൊക്കെ വന്നിരിക്കുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിലാണ്. മറ്റേതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ, നമ്മളെപ്പോലെയുള്ള അക്രഡിറ്റഡ് സ്ഥാപനങ്ങളുടെ അല്ല ആ ദൃശ്യങ്ങളോ ആ ചോദ്യമോ ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ആ ഘട്ടത്തിൽ കൂടിയാണ് നിലവിൽ അത്തരം കാര്യങ്ങൾ അങ്ങനെയല്ല വേണ്ടത് എന്ന് MLA പറയുന്നത്. ഷമലി, ഈ ഓൺലൈൻ പാപ്പരാസികളുമായി ബന്ധപ്പെട്ടുള്ള വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പേരാമ്പ്ര MLA കൂടിയായിട്ടുള്ള ഫാത്തിമ തെഹ്ലിയ തന്നെ രംഗത്ത് വരുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സലിംകുമാറിൻ്റെ മരണദിവസത്തിൽ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുകയും വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിൽ നേരത്തെ നിന്ന് വ്യത്യസ്തമാണ്. അതായത് സിനിമാ മേഖലയിലെ പ്രൊമോഷൻ ഷൂട്ടുകളുടെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ നേരത്തെ ഇത്തരം പാപ്പരാസി വീഡിയോകൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അതിനപ്പുറത്തേക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ കൂടി വീഡിയോകളും അതോടൊപ്പം തന്നെ അവരുടെ പ്രതികരണങ്ങളും അവരുടെ നീക്കങ്ങളും ഒക്കെ തന്നെ ഇത്തരത്തിൽ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു രീതി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യുവ MLA-മാരുടെ അത്തരം വീഡിയോകളൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുമുണ്ട്. ശ്യാമിൽ സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ചില ശകലങ്ങൾ നേരത്തെ ചില ഓൺലൈൻ പാപ്പരാസി മാധ്യമങ്ങളെന്ന് അവകാശപ്പെടുന്ന സംഘങ്ങൾ അത് ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുന്ന സാഹചര്യം നിലനിന്നിരുന്നു. ഇപ്പോൾ ഫാത്തിമ തെഹ്ലിയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫാത്തിമ തെഹ്ലിയ പങ്കെടുത്ത ചില പരിപാടികളുടെ ചില ദൃശ്യങ്ങൾ മറ്റ് ചില സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില പേജുകളിലൊക്കെ വരികയും അതിൽ പലതരത്തിലുള്ള കമൻറ്റുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് തൻ്റെ അനുവാദമില്ലാതെ ഇത്തരത്തിൽ ചിത്രീകരണം നടത്തുകയും മാധ്യമങ്ങളാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നവർക്കെതിരെ MLA രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ ആരാണെന്ന് പോലും മനസ്സിലാക്കാത്ത തരത്തിലാണ് ഒരു മീഡിയ എന്നുള്ള ടാഗ് ഇട്ടുകൊണ്ടാണ് ഇവരെല്ലാം തന്നെ ഇത്തരത്തിൽ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. പക്ഷേ സംഘാടകർക്കോ ഈ പരിപാടികൾക്ക് വിളിക്കുന്ന ആളുകൾക്കോ ഇവർ ആരാണെന്ന് സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ല. പക്ഷേ താൻ ഇരിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി അത് മറ്റ് ചില രീതികളിൽ പ്രചരിക്കുന്നു എന്നതാണ് ഫാത്തിമ തെഹ്ലിയ ഉന്നയിക്കുന്ന ആരോപണം. നമുക്കറിയാം, നേരത്തെയും സമാനമായ രീതിയിൽ സിനിമാ താരങ്ങളൊക്കെ തന്നെ അവരുടെ സ്വകാര്യമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ അവർ നടക്കുന്നത് എപ്പോഴും ഇത്തരത്തിലുള്ള ചില മൊബൈൽ കണ്ണുകളുടെ നിരീക്ഷണത്തിലാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വരികയും പലതരത്തിലുള്ള അശ്ലീല പ്രചരണങ്ങൾ ഉൾപ്പെടെ നടന്നതായി ശ്രദ്ധയിൽപ്പെടുകയും അതിനെതിരെ പരാതിപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ പരിപാടികളിലും ഇത്തരത്തിലുള്ള ആളുകൾ റീച്ചിന് വേണ്ടിയിട്ട് ഇടപെടുന്നു എന്നുള്ള ഒരു ആരോപണം MLA തന്നെ ഉന്നയിക്കുന്നത്. നേരത്തെ ഇത്തരത്തിലുള്ള ഓൺലൈൻ പാപ്പരാസി മാധ്യമങ്ങളെന്ന് അവകാശപ്പെടുന്ന സംഘങ്ങൾക്കെതിരെ നടപടി വേണമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് നിയന്ത്രണം വേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന് അവകാശപ്പെട്ടിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം വീഡിയോകൾ പ്രചരിക്കുന്ന പേജുകൾ സ്വന്തം PR പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്നുള്ള ആരോപണം കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ കൂടി ഇത്തരം ആളുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. അത് എക്സ്പ്രഷനൊക്കെ വരുമ്പോൾ വന്ന വലിയ റീച്ചൊക്കെ ഉണ്ടായി വലിയ ഒരു തരം നറേറ്റീവ് ഒക്കെ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷവും, അല്ലാത്ത പക്ഷേ ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ച രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ അങ്ങനെ അല്ലാതെ ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാം, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്നത് പോലെയാണ്. എങ്കിലും ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്.